പ്രണയാഭ്യർത്ഥന നിരസിച്ച അധ്യാപികയെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കുത്തിക്കൊന്നു. തഞ്ചാവൂർ ജില്ലയിലാണ് സംഭവം നടന്നത്. മല്ലിപ്പട്ടണത്തെ രമണി എന്ന അധ്യാപികയാണ് കഴുത്തിന് കുത്തി വീഴ്ത്തിയത്. മല്ലിപ്പട്ടണത്തെ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയാണ് 26 വയസ്സുള്ള രമണി. രമണിക്ക് അവരുടെ നാട്ടിലൊരു പയ്യൻ, ആ പയ്യനുമായിട്ട് ആ അടുപ്പം ഉണ്ടെന്ന് രമണി പറയുന്നില്ലെങ്കിലും ആ പയ്യനെ പ്രണയിക്കാനായിട്ട് രമണിയെ വേണം. വലിയ കൊതിയോടെ അവരുടെ പിന്നാലെ നടക്കും. അതൊരു ശല്യമായി വന്നു. ഏതായാലും നാട്ടിലെ ആ ഗ്രാമത്തിൽ ഒരേ ഗ്രാമക്കാരാണ് രണ്ടുപേരും. അവിടെ വെച്ച് അവരുടെ പ്രണയത്തെപ്പറ്റി പലരും മനസ്സിലാക്കിയെങ്കിലും ഒരു പ്രണയാഭ്യർത്ഥന നടത്തി വിവാഹം ആലോചിച്ചുകൊണ്ട് ഈ പയ്യൻ അവരുടെ വീട്ടുകാരെ സമീപിച്ചു. അത് വീട്ടുകാരും തള്ളിക്കളഞ്ഞു. പെൺകുട്ടിക്കും അതിനോട് താല്പര്യമില്ല. ഇയാളൊരു അബ്നോർമൽ മേൻ ആണെന്ന് തോന്നിയിട്ടുണ്ടാവും വിദ്യാഭ്യാസമുള്ള രമണിക്ക്. ഏതായാലും മല്ലിപ്പട്ടണത്തെ സ്കൂളിൽ 4 മാസമായുള്ളൂ പുതിയ ജോലി കിട്ടി അവരവിടെ വന്നത്. ഗവൺമെന്റ് സ്കൂളാണ്. അവർക്ക് ഏതായാലും നല്ലൊരു ഭാവിയുണ്ട്. ആ സ്കൂളിലെ ടീച്ചറിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഇവന് വാശി പിടിച്ചു. അവർ താമസിക്കുന്ന ഗ്രാമത്തിലെ അവരെ പലരും ഇടപെട്ടു. ആ വില്ലേജില് മൂപ്പന്മാരൊക്കെ ഇടപെട്ട് ഇയാളെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഇയാൾ ഒരു തരത്തിൽ അത് വഴങ്ങുന്നില്ല. ഈ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം. അയാൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയെ കിട്ടിയേ പറ്റുള്ളൂ. ആ പെൺകുട്ടിയുടെ ഇഷ്ടമൊന്നും അയാൾ നോക്കൂല. മറ്റൊരാളെ ആ പെൺകുട്ടി കല്യാണം കഴിക്കുന്ന അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ള അബ്നോർമലായ പലരും നമ്മുടെ നാട്ടിലും ഉണ്ട്. എന്തായാലും ഇയാൾ കഴിഞ്ഞ ദിവസം അവിടെ വന്ന് ആ ക്ലാസ് കഴിഞ്ഞ് അവർ ഇറങ്ങിയ ഉടനെ അവരെ ആ ക്ലാസ് മുറിയുടെ വരാന്തയിൽ വെച്ച് അവരെ കഴുത്തിന് കുത്തി അവര് 5-6 കുത്തി അവർ താഴെ വീണു. കുട്ടികളെല്ലാം നിലവിളിച്ചു. അധ്യാപകർ ഓടി വന്നു. ഇവരെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. ഇവനെ ഓടിച്ചിട്ട് പിടിച്ചു അധ്യാപകര്. പോലീസിൽ ഏൽപ്പിച്ചു. തമിഴ്നാട്ടിലെ വലിയ വാർത്ത സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് അധ്യാപിക കുത്തിക്കൊല്ലുന്നത്. ആ കുട്ടികളുടെ മാനസികാവസ്ഥ നമ്മളിപ്പോൾ ആലോചിക്കണം. ആ മാനസികാവസ്ഥയിൽ നിന്ന് കുട്ടികളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് അവിടെ സൈക്കോളജിസ്റ്റുകളും അധ്യാപകരും പല അധ്യാപകരും വന്നു കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ അവരുടെ ആ അവസ്ഥയിൽ നിന്ന് മാറിയെടുക്കാനുള്ള നിർദ്ദേശങ്ങളും അഡ്വൈസുകളും ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം അയാളെ മനസ്സുകളിലേക്ക് കണ്ടു എന്നുള്ളതാണ്. അതിനെ സംബന്ധിക്കുന്ന ഒരു പ്രതിഷേധങ്ങൾ അവിടെ അലയടിച്ചു തുടങ്ങി. ഇത് സ്റ്റാലിൻ ഗവൺമെന്റിന്റെ പരാജയമാണ് ലോ ആൻഡ് ഓർഡറിന് എന്ന് അണ്ണാ ഡീങ്കയിലുള്ള ആൾക്കാർ മുദ്രാവാക്യം വിളിച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇതുപോലുള്ള സംഭവങ്ങൾ തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും മെച്യൂരിറ്റി ഇല്ലാത്ത ചില പുരുഷന്മാരെ ഈ രീതിയിലുള്ള നീക്കം തീർച്ചയായിട്ടും സമൂഹത്തിന് നല്ലതല്ല. അങ്ങനെയുള്ളവരെ പിന്തിരിപ്പിക്കാനും അവിടെ നാട്ടുകാർ ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാകുന്നത്. ഗ്രാമത്തിലെ ആളുകൾ പല സന്ദർഭത്തിൽ ഇയാളെ ഉപദേശിച്ചു, ഇയാളുടെ പേരൻസിനെ ഉപദേശിച്ചു. പക്ഷെ ഇവൻ ഒറ്റപ്പെട്ട ഒരു വാഗബോണ്ടായിട്ട് നടക്കുന്ന ഒരുത്തനാണ്. അവന് ആര് പറഞ്ഞാലും ചെവിക്കൊള്ളില്ല. ഈ പെണ്ണിനെ കീഴ്പ്പെടുത്തി അവന് വശംവദനാക്കിയെങ്കിൽ മാത്രമേ അവൻ തൃപ്തിപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് നാട്ടിലെ ജനങ്ങളിടപെടും അവിടെ നടക്കില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് ഇവൻ നേരെ സ്കൂളിൽ വന്ന് ആ കുട്ടി ഇനി ജീവിക്കണ്ട, താനില്ലെങ്കിൽ ആ കുട്ടി വേറൊരാളുടെ കൈയിലേക്ക് പോകണ്ട എന്ന് മനസ്സിൽ ചിന്ത കയറി അയാൾ ഇവിടെ വന്ന് ആ കുട്ടിയെ ഓപ്പണായിട്ട് കുത്തിക്കൊല്ലുകയായിരുന്നു ഉണ്ടായത്. ഏതായാലും ആ കുട്ടിയുടെ ഈ കൊലപാതകം തമിഴ്നാട്ടിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അത് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇതിനകത്ത് അടിയന്തരമായി ഇടപെട്ടു. നടപടികൾ ശക്തമായി മുന്നോട്ടെടുക്കും. ഇയാൾക്ക് ലൈഫ് ഇംപ്രസ്മെന്റ് വാങ്ങിച്ചു കൊടുക്കും. അതിന്റെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ടാവും എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം അത്ര രീതിയിലുള്ള പൈശാചികമായ ഈ കൊലപാതകത്തെ അത് ഒരു തരത്തിലും അവനോ അവന്റെ കുടുംബക്കാർക്കോ ന്യായീകരിക്കാനോ കഴിയില്ല. അതോടൊപ്പം തന്നെ അവിടുത്തെ അധ്യാപകരും കുട്ടികളും ഒക്കെ ഇത് കണ്ട് അവര് പ്രത്യേകമായ ഒരു മനോവിഷമത്തിൽ നിൽക്കുന്നതായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഗവൺമെന്റിനെ ഇതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാനൊക്കും? കാരണം ഇത് ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ചില ചലനങ്ങൾ, മനസ്സിലുണ്ടാകുന്ന ചില ആവേശങ്ങൾ ഒക്കെ വന്ന് തന്നെ ചെയ്യുന്നതാണ്. അതൊരു ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമെന്ന് പറയാനൊക്കില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ മാനസികമായി സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അയച്ച് അവരെ മനപരിവർത്തനം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. ഇയാളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കൊന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ്
അതേപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും നാട്ടിലുള്ള ഇദ്ദേഹത്തിന്റെ ആ വില്ലേജിലുള്ളവർക്കും ഇവൻ ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന അവരും പ്രതീക്ഷ ഉണ്ടാവില്ല. ഒരു വിവാഹാഭ്യർത്ഥന നടക്കാതെ പോയി അതിൽ അവൻ വിഷണ്ണനായി വിഷമിച്ച് നടക്കുന്നു എന്ന് മാത്രമേ അവർക്ക് അറിയാൻ ഒക്കുന്നുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ.